കിങ്ങിണീജാലകോലാഹലാഢ്യം ലസൽപീതവാസോവസാനം ചലന്തം യശോദാംഗണേ യോഗിനാമപ്യഗമ്യം ഭജേഹം മുകുന്ദം ഘനശ്യാമവർണ്ണം. എല്ലാവർക്കും ജ്യോതിർഗംഗയുടെ ജ്യോതിഷ പഠന പദ്ധതിയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിൽ നമ്മൾ സൂര്യാദി വ്യാഴപര്യന്തം എല്ലാ ഗ്രഹങ്ങളുടെയും പൂർണ്ണമായ ഭാവഫലത്തെ പ്രതിപാദിച്ചു. അതിനുശേഷം ഇപ്പോൾ ശുക്രന്റെ ഭാവഫലത്തെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 7 രാശികൾ വരെ ശുക്രൻ നിന്നാലുള്ള ഫലവിഷയത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയേണ്ടത് അഷ്ടമരാശിയിൽ ശുക്രൻ നിന്നാൽ, അതായത് 8-ൽ ശുക്രൻ നിന്നാൽ അനുഭവിക്കേണ്ട ഫലത്തെ കുറിച്ചാണ്. ആ വിഷയത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ജന ക്ഷുദ്രവാദി ചിരം ചാരുജീവേ ചതുഷ്പാത്സുഖം ദൈത്യപൂജ്യോ ദദാതി മനുഷ്യേഷ്ടമേ കഷ്ടസാഭ്യോ ജയോർത്ഥ പുനർവർദ്ധതേ ദീനമാനം ധനർന്നേ. ഒന്നുകൂടി ചെല്ലാം. ജന ക്ഷുദ്രവാദി ചിരം ചാരുജീവേ ചതുഷ്പാത്സുഖം ദൈത്യപൂജ്യോ ദദാതി ജനുഷ്യേഷ്ടമേ കഷ്ടസാഭ്യോ ജയോർത്ഥ പുനർവർദ്ധതേ ദീനമാനം ധനർന്നേ. ജന ക്ഷുദ്രവാദി ചിരം ചാരുജീവേ ചതുഷ്പാത് സുഖം ദൈത്യപൂജ്യോ ദദാതി മനുഷ്യേഷ്ടമേ ജനുഷ്യഷ്ടമേ കഷ്ടസാധ്യോ ജയോർത്ഥ പുനർവർദ്ധതേ ദീനമാനം ധനർന്നേ. ജനുഷ്യഷ്ടമേ ജനന സമയം ശുക്രൻ അഷ്ടമത്തിൽ നിന്നാൽ എന്ന് അർത്ഥം. ദൈത്യപൂജ്യൻ എന്ന് പറഞ്ഞതാണ് ഇവിടെ ശുക്രനെ കാണിച്ചിരിക്കുന്ന പര്യായ പദം. ജനുഷ്യഷ്ടമേ ദൈത്യപൂജ്യോ, ജനന സമയത്തെങ്കിൽ അഷ്ടമരാശിയിൽ ദൈത്യപൂജ്യൻ നിൽക്കുകയാണെങ്കിൽ എന്ന് അർത്ഥം. ജന ക്ഷുദ്രവാദി, ക്ഷുദ്രമായിട്ട് വാദിക്കുന്ന വ്യക്തിയായിരിക്കും. ക്ഷുദ്രമായ വാക്കുകൾ പ്രയോഗിക്കുന്ന ആളായിരിക്കും. നല്ല വാക്കുകൾ ആയിരിക്കില്ല, ദോഷമായ വാക്കുകളെ പ്രയോഗിച്ച് ഒരു ക്ഷുദ്രവാദി ആയിരിക്കും ഇദ്ദേഹം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചിരം ചാരുജീവേ, ചിരം അനവധികാലം ചാരുവായിട്ട് ജീവിക്കും, ഭംഗിയോടുകൂടി ജീവിക്കും. അതായത് 8ാമത്തെ രാശിയിൽ ശുക്രൻ നിന്നാൽ അയാൾക്ക് ദീർഘായുസ്സുണ്ട് എന്ന് പറയാം. വളരെ കാലം ഭംഗിയായി ജീവിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കും. ദോഷമായ വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് വളരെ കാലം ജീവിക്കുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ ജീവിതകാലം മുഴുവൻ വാക്കുകളെ കൊണ്ട് മറ്റുള്ളവരെ നോവിക്കാൻ ഉള്ളതായ ഒരു അവസ്ഥ അഷ്ടമത്തിൽ ശുക്രനുള്ളതായ വ്യക്തിക്ക് വന്നു ഭവിക്കും എന്ന് മനസ്സിലാക്കണം. ചതുഷ്പാത്സുഖം ദൈത്യപൂജ്യോ ദദാതി, ചതുഷ്പാത്സുഖം ദദാതി, ചതുഷ്പാത്തിങ്കൽ നിന്നുള്ളതായ സുഖം. ചതുഷ്പാത്ത് 4 കാലികൾ: പശു, കുതിര, ആന,
തുടങ്ങിയ മറ്റ് നാൽക്കാലികളെല്ലാം തന്നെ വരും. അതിൽ നിന്നെല്ലാം സുഖത്തെ അനുഭവിക്കും എന്ന് രണ്ടാമത്തെ വരിയുടെ അർത്ഥം. ജനുഷ്യഷ്ടമേ കഷ്ടസാധ്യോ ജയാർത്ഥ. ജയവും അർത്ഥവും കാര്യവിജയവും ധനസംബന്ധമായ കാര്യത്തിലും കഷ്ടസാധ്യം ഭവിക്കും. നല്ല വിധത്തില് ധനത്തെ കയ്യിലെത്താൻ വളരെയധികം പ്രയാസപ്പെടും എന്ന് അർത്ഥവും. അതോടൊപ്പം ഒരു കാര്യത്തിൽ വിജയം ഉണ്ടാകാൻ വളരെയധികം പ്രയത്നിക്കേണ്ടതായി വരുമെന്നുള്ളതും മനസ്സിലാക്കണം. പുനർവർദ്ധതേ ദീനമാനം ധനർണേ. ധനർണത്തിങ്കൽ ദീനമാനം പിന്നെയും വർദ്ധിക്കുന്നു. ധനത്തിന്റെ അർണവം സമുദ്രം. അപ്പൊ ധാരാളം ധനം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കൈവശമുള്ളതായ ധനം വീണ്ടും വീണ്ടും വർദ്ധിച്ച് വരാൻ ഇടവരുന്ന അർത്ഥം. ഈ പലിശയ്ക്ക് കൊടുക്കുക, അത്തരത്തിലുള്ളതായ ചില കാര്യങ്ങളെല്ലാം ചെയ്ത് ധനത്തെ വീണ്ടും 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 വർദ്ധിപ്പിക്കുന്നതായ വ്യക്തിയായിരിക്കും എന്നാണ് വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുള്ളത്. ധനത്തിന് പലിശയ്ക്ക് കൊടുക്കുക, പലിശയ്ക്ക് കൊടുത്തതായ ആളുകളോടൊക്കെ വളരെ രൂക്ഷമായ രീതിയിൽ സംസാരിക്കുക എന്നുള്ളതൊക്കെ ഈ അഷ്ടമത്തിൽ ശുക്രനുള്ളതായ വ്യക്തിയുടെ ഫലമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അവിടെയും ഇവിടെയും പറയുന്നതായ ഫലങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് പറയാം. ജയാർത്ഥങ്ങൾ കഷ്ടസാധ്യവുമാണ്. അപ്പോൾ പലിശക്കൊക്കെ പണം കൊടുത്താലും ശരി, അതിൽ നിന്ന് അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനുള്ളതായ സാധ്യതയുമുണ്ട്. കഷ്ടസാധ്യമാണ്. അപ്പോൾ ധനം കയ്യിലേക്ക് തിരിച്ചെത്താൻ വളരെയധികം പ്രയാസപ്പെടുകയും ക്ഷുദ്രമായിട്ട് പല ആളുകളോടും സംസാരിക്കേണ്ടതായ സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതും, കൈവശം ഇരിക്കുന്നതായ ധനത്തിൽ നിന്ന് വീണ്ടും വീണ്ടും വർധനവ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതായ വ്യക്തിയായിരിക്കും എന്നുമെല്ലാം നമുക്ക് അദ്ദേഹത്തോട് ഫലമായി പറഞ്ഞു കൊടുക്കാവുന്നതാണ്. നമുക്ക് ഒന്നുകൂടി അതിൻ്റെ സംക്ഷേപിച്ചതായ അർത്ഥത്തെ പരിശോധിക്കാം. ജനശുദ്ധവാദി ചിരം ചാരുജീവേ ചതുഷ്പാസുഖം ദൈത്യപൂജ്യോ ദദാതി. ജനുഷ്യസ്തവേ കഷ്ടസാധ്യോ ജയോർത്ഥ പുനർവർദ്ധതേ ദീനമാനം ധനർണേ. ജനന സമയം ശുക്രൻ അഷ്ടമഭാവത്തിങ്കിൽ നിൽക്കുന്നുവെങ്കിൽ വാക്ക് നല്ലതായിരിക്കുകയില്ല, ദുഷ്ടമായി ഭവിക്കും. ആയുസ് വളരെയധികം ഉണ്ടാവും. ജീവനകാലം മുഴുവൻ ബുദ്ധിമുട്ടുകൂടാതെ സുഖമായി കഴിഞ്ഞുകൂടും. പശുക്കൾ, അശ്വങ്ങൾ മുതലായ നാൽക്കാലികൾ ധാരാളം ഉണ്ടാകുന്ന നിമിത്തം സുഖം പരിപൂർണമായിരിക്കും. ശത്രുക്കളുമായി വ്യവഹാരങ്ങൾ നടക്കും. ആവക വ്യവഹാരങ്ങളിൽ ജയിക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും. ദ്രവ്യം സമ്പാദിക്കാൻ ഓരോ മാർഗങ്ങളെ സ്വീകരിക്കും. എങ്കിലും ആ മാർഗങ്ങൾ ഫലിച്ച് ദ്രവ്യമുണ്ടാകാൻ കഷ്ടപ്പെടേണ്ടതായും വരും. നെല്ല്, പണം മുതലായ വസ്തുക്കളെ അന്യന്മാർക്ക് പലിശക്കായി കൊടുത്ത് ആ ഒരു മാർഗത്തിൽ മാത്രം മുതലിനെ വർദ്ധിപ്പിക്കാൻ കഴിയുന്നതായ വ്യക്തിയായിരിക്കും എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതാണ് അഷ്ടമത്തിൽ ശുക്രൻ എന്നാലുള്ളതായ ഫലം. അടുത്ത ക്ലാസ്സിൽ 9-ാം ഭാവത്തിൽ ശുക്രൻ എന്നാലുള്ളതായ ഫലവിഷയത്തെ പ്രതിപാദിക്കാം. ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.